ടെക്ട്രാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടി ബീച്ചിന്റെ അടുത്ത് എടക്കഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫാം വില്ലയെ കുറിച്ചിട്ടാണ്. ഇനിയും നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചാവക്കാടുള്ള നമ്മുടെ മറയൻ അക്വേറിയം ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ഫാം വരുന്നത്. ഇതൊരു എക്സോട്ടിക് പെറ്റ്സ് ആൻഡ് ബേർഡ്സ് അതുപോലെ തന്നെ ഫാം അനിമൽസിന്റെ ഒരു അടിപൊളി പാർക്കാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ലൈക്ക് അടിച്ചതിന് ശേഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻട്രി ഫീ വരുന്നത് 150 രൂപയാണ്. അപ്പൊ ടിക്കറ്റ് എടുത്ത് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ നട്ട്സ്, പോപ്കോൺ എല്ലാം കയ്യിൽ തരും. നമ്മൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഒട്ടകത്തെ കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇതിനെ തൊടാം. അതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. ഒട്ടകം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു കുതിരയുടെ അടുത്തേക്കാണ്. ഇവയ്ക്കുള്ള പുല്ല് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്കിതാ ഇതേപോലെ കുതിരകളെയും നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയും. ഇനി ഇത് മിനിയേച്ചർ ഹോഴ്സ് ആണ്. ഇവിടെ പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് ഫീഡ് ചെയ്യാൻ നിന്നില്ല. അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കഴുതയാണ് കേട്ടോ. കഴുത കടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് അതിനെ ഫീഡ് ചെയ്യുക. ഇതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു തടാകമുണ്ട്. ഇതിൽ ബ്ലാക്ക് സ്വയർ എന്നറിയപ്പെടുന്ന അരയനാണ് കേട്ടോ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കയറൊക്കെ ചെയ്യാം, പക്ഷെ തടാകത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇത് കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് പൊങ്ങന്നൂർ കാള എന്ന് പറയുന്ന ഒരു കാളക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എത്ര വലുതാണെങ്കിലും ഇതൊരു ചെറിയ സൈസേ വരുള്ളൂ, വലുതാവൊന്നുമില്ല. അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോ ഇതാ ഇവിടെ കുറെ മക്കാവോ, കക്കാറ്റുവ എന്ന ഇനത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. ഇതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ കയ്യിലെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല, ഒരു പക്ഷേ തിരക്ക് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പോയി നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് യമുനയാണ്. യമുന നമ്മൾ കൊടുക്കേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മളെ തലയിൽ വെക്കുന്ന ക്യാരറ്റ് ഇത് വന്ന് ഭക്ഷിക്കും. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കനേഡിയൻ പിഗ്മി എന്നറിയപ്പെടുന്ന ആടിനെയാണ്. വളരെ ചെറിയ സൈസ് ആയിരിക്കും ഈ ആട്, അതാണ് ഇതിന്റെ പ്രത്യേകത. അതിനുശേഷം സിങ് എന്ന് പറയുന്ന ഒരു ആടിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതേതാ രാജ്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കണ്ടാൽ തന്നെ അറിയാം. ഒരു ചൈനീസ് ലുക്ക് ഇല്ലേ ഇതിന്. താടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ചൈനക്കാരന്റെ പോലെ തോന്നുന്നില്ലേ. ഈ ആശാന്റെ പേരെന്താണെന്നോ പ്രത്യേകത എന്താണെന്നോ എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ ഈ ഒരു വെറൈറ്റി ആടുകളെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ബേർഡ്സിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് കുറച്ച് താറാവിന്, അതിൽ ക്രസ്റ്റർ ഡക്ക്, അതായത് ഈ തൊപ്പി താറാവ് എന്ന് പറയും, അങ്ങനത്തെ കുറച്ച് ഐറ്റംസിനെയാണ്. ഇതിൽ മിക്ക താറാവുകളും വിദേശികളാണ് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ളതല്ല. അങ്ങനെ വാട്ടർ ബേർഡ്സിനെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ടോയ്ലറ്റ് വരുന്നത്. അങ്ങനെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മുയലുകളുടെ സെക്ഷൻ ആണ് കേട്ടോ. നമുക്ക് സ്വദേശിയും വിദേശിയും ആയിട്ടുള്ള ഒരുപാട് മുയലുകളെ നമുക്ക് കാണാൻ സാധിക്കും. മിനി ലോഫ്, ഡോർഫ്, അതുപോലെ തന്നെ ഗിനി പിഗ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള മുയലുകളെ കണ്ടതിന് ശേഷം അടുത്തൊരു സെക്ഷനിൽ നമ്മൾ കണ്ടത് ഒരു വെറൈറ്റി ബേർഡിനെയാണ്. ഇതൊരു വൈൽഡ് ബേർഡാണ്, മനുഷ്യനോട് ഇണങ്ങൊന്നുമില്ല. പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഈ പക്ഷി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് പൂച്ചകളുടെ അടുത്തേക്കാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി പൂച്ചകളുണ്ട്. ബംഗാൾ കാറ്റ് മുതൽ ബ്രിട്ടീഷ്, സ്പിന്ന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു അഗ്ലി കാറ്റാണ്. ഇതിന് എനിക്ക് തോന്നുന്നു സ്പിൻസ് എന്നാണ് പറയുക എന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ വന്ന് തിരുത്തുക. ചില പൂച്ചയെ കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷെ ഇവനെ മാത്രം അല്ലേ, ഒരു രോമം പോലും ഇതിന്റെ ശരീരത്തില്ല. നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും ആള് നോക്കുന്നില്ല. ഭയങ്കര ഗൗരവക്കാരനായിരുന്ന ആള്. പൂച്ചകളെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് സിൽക്കി കോഴികളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കളറെല്ലാം അടിച്ചതാണ് കേട്ടോ. ഈ ഒരു റെഡും നീലയും മഞ്ഞയും കലർന്ന കളറെല്ലാം ഇവര് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് അടിച്ചതാണ്. ഇതിനുശേഷം ഇതിനകത്ത് ഒരുപാട് ഫിഞ്ചസും ലവ് ബേർഡ്സും എല്ലാം ഉണ്ട്. അതിനുശേഷം വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ട ഒരു സാധനമാണ് ഇത്. റെഡ് ഹാൻഡ് ടാമറിൻ എന്നാണ് കേട്ടോ ഇതിന്റെ വിളിപ്പേര്. ഗോൾഡൻ ഹാൻഡ് ടാമറിൻ എന്നും ഇതിന് പറയും.
അതിനുശേഷം നമ്മൾ കണ്ടത് ഇതാ ഈ ഒരു എട്ടുകാലിയാണ്. ടറാൻഡുല എന്ന് പറയുന്ന ഒരു എട്ടുകാലിയാണ് ഇത്. ഇതിന്റെ സ്വദേശം ബ്രസീലാണ്. നല്ല വലിപ്പമുള്ള ഈ ഒരു എട്ടുകാലി പ്രാണികൾ മുതൽ ചെറിയ ചെറിയ പക്ഷികളെ വരെ ഭക്ഷിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് കയ്യിലെടുക്കാനൊക്കെ പറ്റും, പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മളെ കയ്യിലെടുക്കാൻ ഇവര് തരില്ല. അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ടെഗു എന്ന് പറയുന്ന ഉടുമ്പു വർഗത്തിൽപ്പെട്ട അർജന്റീനക്കാരനായിട്ടുള്ള ഒരു ആശാനെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഗ്വാനയാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ഉറുമ്പ് വർഗത്തിൽപ്പെട്ടാണ്. നല്ല വെയിറ്റ് ഉണ്ടാവും, നല്ല ഹൈറ്റ് ഉണ്ടാവും. ഇത് രണ്ടും ടെഗു എന്ന് പറയുന്ന ഉടുമ്പ് തന്നെയാണ്. നമുക്ക് കയ്യിലെടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പാർക്കിലെ ജീവനക്കാരുടെ മൂഡിനനുസരിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ തിരക്കിനനുസരിച്ചും ആയിരിക്കും നമുക്ക് ഓരോ ജീവികളെയും കയ്യിൽ കിട്ടുക. ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാം കണ്ട് ഇവിടുത്തെ എല്ലാ മൃഗങ്ങളെയും നിങ്ങളെ കയ്യിൽ കിട്ടും എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് പാർക്കിലെ ജീവനക്കാരുടെ മൂഡിനനുസരിച്ച് തന്നെയായിരിക്കും ഓരോ ജീവികളെയും നിങ്ങളെ കയ്യിൽ കിട്ടുന്നത്. അടുത്തതായിട്ട് ഇതാ ഇവിടെയുള്ളത് എംബർ സ്കോർപ്പിയോ എന്ന് പറയുന്ന നമുക്ക് കയ്യിലെടുക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ താലോലിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്കോർപ്പിയനാണ്. ഇതും നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല, പക്ഷെ കയ്യിൽ കിട്ടാൻ കുറച്ച് പാടാണ്. അടുത്തതായിട്ട് ഈ 3 എണ്ണവും നമ്മുടെ മുള്ളൻ പന്നിയാണ്. ഹെഡ്ജോഗ് എന്ന് പറയുന്ന യൂറോപ്യൻകാരനായിട്ടുള്ള മുള്ളൻ പന്നിയാണ്. ഇത് ഒരു ലിസാർഡാണ് കേട്ടോ. ഇതിനെ നമുക്ക് കയ്യിലെടുക്കാനൊക്കെ പറ്റും. ഇനി നമ്മൾ പോകുന്നത് പാമ്പുകളുടെ സെക്ഷനിലേക്കാണ്. ഒരുപാട് വെറൈറ്റി പാമ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബോൾ പൈത്തൺ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ തന്നെ ഒരുപാടുണ്ട് ഇവിടെ. ഈ പാമ്പിന് തോളിലിടാൻ കിട്ടിയതിന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഈ പാമ്പിന്റെ കെയർ ടേക്കർ സർ നമുക്കിതൊന്ന് കയ്യിൽ തന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാനുള്ളതാണ് നല്ല ഭംഗിയുള്ള ഗ്ലൈൻഡർ, അതായത് പറക്കുന്ന അണ്ണാൻ. ഇവിടെ 2 വെറൈറ്റീസ് ആണുള്ളത്. ഒന്ന് വൈറ്റിലും പിന്നൊന്ന് ബ്ലാക്കിലും. ഇതിനെ നമുക്ക് എടുത്ത് കയ്യിൽ പിടിച്ച് താലോലിക്കാനൊക്കെ തരും. ഇത് ഇഗ്വാനയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇഗ്വാനകൾ ഇവിടെ ഉണ്ട്. ഇത് കീരിയാണ് കേട്ടോ. ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീരി ഒരു ദിവസം 20 മണിക്കൂർ വരെ ഉറങ്ങുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. സ്റ്റാർലിംഗ് എന്ന വിഭാഗത്തിൽപ്പെട്ട മൈനയാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത് ഒരുപാട് പക്ഷികളെയാണ്. എല്ലാ പക്ഷികളുടെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. അല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതിന്റെ ഒരു കളർ കണ്ടു, ഒരു നീല നിറം, പക്ഷെ കണ്ണ് നല്ല ഇങ്ങനെ മഞ്ഞായിട്ടുള്ള നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെററായിട്ട് തോന്നും. അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒനഗഡോറിയാണ്. നമ്മുടെ നാട്ടിലുള്ള പൂവങ്കോഴിയുടെ അതേപോലെ തന്നെ, പക്ഷെ ഇതിന്റെ വാല് നല്ല നീളം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ തൂവൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഒനഗഡോറി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒരുപാട് കിളികളെ, ഫിഞ്ചസിനെ, ലവ് ബേർഡ്സിനെ ഒക്കെ നമ്മൾ കണ്ടതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ടർക്കി കോഴിയെ കാണാൻ വേണ്ടിയിട്ടാണ്. വിവിധ തരത്തിലുള്ള കളറിലുള്ള ടർക്കി കോഴികൾ ഇവിടെയുണ്ട്. ടർക്കി കോഴിയെ കണ്ടതിന് ശേഷം അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് പ്രാവുകളുടെ സെക്ഷനാണ്. ഒരുപാട് വെറൈറ്റി പ്രാവുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതിനെയും കാണാം. നമ്മൾ ഇത്തരത്തിലുള്ള പ്രാവുകൾ ഒരുപാട് സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഈ ഒരു പ്രാവിന്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മർമോസെറ്റ് മങ്കിയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഒരു ചെറിയ കുരങ്ങനെ കണ്ടല്ലോ, അതിന്റെ അതേ സൈസ് തന്നെ വരുന്നത്, പക്ഷെ കുറച്ചുകൂടി വെറൈറ്റിയാണ്. ചെവിയിൽ ഇങ്ങനെ പൂടെയുള്ളൊക്കെ പോലെ. നിങ്ങളുടെ കയ്യിൽ പോപ്കോൺ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ. ഇത് കൈയൊന്നും വെച്ച് കൊടുക്കരുത്, ഒരു പക്ഷേ കടിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ നോക്കുക. കുട്ടികൾ കൈയൊന്നും വെച്ച് കൊടുക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളെ നോക്കുക. വീണ്ടും നമ്മൾ ഒരുപാട് വെറൈറ്റി പക്ഷികളെ കാണുന്നു. എല്ലാത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് ഹെലികോപ്റ്റർ ബഡ്ജാണെന്ന് തോന്നുന്നു. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അമേരിക്കൻ തത്തയായിട്ടുള്ള മെക്കൗനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. മെക്കോ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കംബോഡിയൻ സ്ക്വിറലാണ്, അതായത് അണ്ണാന്. നല്ല വെറൈറ്റി ഒരു അണ്ണാണ്, നല്ല വെളുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അണ്ണാനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊന്നും കയ്യിൽ വെച്ച് തരില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതാ കിളികളുടെ അടുത്തേക്കാണ്. നമ്മളുടെ സുൻകനൂർ എന്നറിയപ്പെടുന്ന ഒരുപാട് തത്തകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇവർക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കയ്യിലും തലയിലൊക്കെ വന്നിരിക്കും. തത്തകളെക്കാൾ കൂടുതൽ ആളുകൾ ഇതിനകത്തായതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് കയറിയില്ല. അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത സെക്ഷനിൽ വന്നത് ഒട്ടകപക്ഷിയായിരുന്നു അല്ലെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന പക്ഷി, ഏറ്റവും വലിയ മുട്ടയുള്ള പക്ഷിയായിട്ടുള്ള ഒട്ടകപക്ഷി. 2 ഒട്ടകപക്ഷികൾ കേട്ടോ ഇതിനകത്തേക്ക്. അവരിങ്ങനെ ഈ ഒരു കേജിനകത്ത് ഓടി നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷനൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്.
അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ജീവിയെ തിരിച്ചറിയുക. മീർകാറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാണ് കേട്ടോ ഇത്. ലൈഫ് ഓഫ് പൈ, മഡഗാസ്കർ, നമ്മുടെ ലയൺ കിങ്, ഈ സിനിമകളിലെല്ലാം ഉണ്ട് ഈ ഒരു ജീവി. നല്ല തമാശക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ജീവിക്ക് ഈ പറയുന്ന സിനിമകളിലെല്ലാം ഉള്ളത്. ഇത് എനിക്കറിയുന്ന സിനിമകളാണ്. ഇനി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തീർച്ചയായിട്ടും പറയട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജീവിയാണ് കേട്ടോ ഈ ഒരു മീർകാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ ഫെസന്റിന്റെ ഒരു സെക്ഷനാണ്. 1ഉം 2ഉം അല്ല, ഒരുപാടുണ്ട്. അതും വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളറില്, കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, വൈറ്റ്, അങ്ങനെ എല്ലാ കളറിലും ഇതിനകത്തുണ്ട്. അത് ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഫാം വില്ലയിലുള്ളത്. ഒരുപാട് ബേർഡ്സിനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആവും, പിന്നെ നിങ്ങൾ വരുമ്പോൾ ഒരു സർപ്രൈസ് ആവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷികളെ ഞാൻ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സന്ദർശിക്കാൻ ശ്രമിക്കുക. 150 രൂപയാണ് എൻട്രി ഫീ എന്ന് പറയുന്നത്. ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. വീഡിയോകളിലെല്ലാം കാണുന്ന പോലെ എല്ലാ പെറ്റ്സിനും ഒരുപക്ഷെ കയ്യിലെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരുപക്ഷെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.